നമ്മൾ ഒരു മൊഡ്യൂൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് തൊട്ട് നമ്മൾ പുതിയ മൊഡ്യൂളാണ്, 4th മൊഡ്യൂളാണ്. അപ്പോൾ ഡിറ്റർമിനന്റിൻ്റെയും കോഫാക്ടറിൻ്റെയും പ്രോപ്പർട്ടി വരെ, അതുപോലെ വെക്ടർ സ്പേസും ആ മെട്രിക്സിൻ്റെ ഇത്രയും വരെ 3rd മൊഡ്യൂളായിരുന്നു. അപ്പോൾ 4th മൊഡ്യൂൾ തുടങ്ങാം. പക്ഷേ ചാപ്റ്റർ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ മെട്രിക്സിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് 4th മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. നമ്മൾ ഇൻവേഴ്സ് ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ട്, ഇൻവേഴ്സ് കാണാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് റീകോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവേഴ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. എ സ്ക്വയർ മെട്രിക്സ് എ ഓഫ് ഓർഡർ n ഈസ് ഇൻവേർട്ടബിൾ or non-singular if there exists a square matrix B of the same order such that AB equal to IN equal to B. Then we say that the inverse of A is B and write B equal to A inverse. അപ്പോൾ A എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ആയിട്ടുള്ള മെട്രിക്സ് ഇൻവേർട്ടിബിളിൻ്റെ വേറൊരു വേർഡാണ് നോൺ സിംഗുലർ എന്ന് പറയും. ഇൻവേർട്ടിബിൾ ആണെന്ന് പറയണമെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സ് B എക്സിസ്റ്റ് ചെയ്യണം വിത്ത് സെയിം ഓർഡർ n ആയിട്ടുള്ള ഒരു B എന്ന് പറഞ്ഞ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് A ഇൻറ്റു B എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n ആവണം, വിച്ച് ഈസ് ഈക്വൽ ടു B ഇൻറ്റു A ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദ ഇൻവേഴ്സ് ഓഫ് A ഈസ് B. അതിനെ നമ്മളിങ്ങനെയാണ് എഴുതുക, B ഈക്വൽ ടു A ഇൻവേഴ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷനിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 റിമാർക്കുകളുണ്ട്. അപ്പോൾ റിമാർക്ക് 1, A is invertible if and only if determinant of A not equal to 0. അപ്പോൾ A എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് എന്താവണം? 0 ആവാൻ പാടില്ല. അത് നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്ന എങ്ങനെയാ? ഡിറ്റർമിനന്റ് ഓഫ്, ഇവിടെ മൊത്തം ഡിറ്റർമിനന്റ് എടുക്കുക. ഡിറ്റർമിനന്റ് ഓഫ് AB ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് I എന്ന് വരും. ഒരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും എന്താ? 1 ആണ് അല്ലേ? അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ABനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് B എന്ന് പറയുന്നത് 1 ആണ്. എന്തായാലും 2 നമ്പറുകളുടെ പ്രൊഡക്റ്റ് 1 കിട്ടണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A 0 ആവാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ അതാണ് റിമാർക്ക് 1 എന്ന് പറയുന്നത്. ഇനി അടുത്ത റിമാർക്ക്, ഇഫ് B is the inverse of A then A is the inverse of B. എന്നുവെച്ചാൽ B Aയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ A Bയുടെ ഇൻവേഴ്സ് ആയിരിക്കും. തിരിച്ചും മറിച്ചും പറയാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ് A ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു A. പക്ഷെ നമുക്കറിയാം A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതാ പറഞ്ഞത്? B ആണെന്ന് കിട്ടി അല്ലേ? അപ്പൊ ഈ A ഇൻവേഴ്സിന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക? B കൊടുക്കുക. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ഇവിടെ എന്ത് കിട്ടും? B ഇൻവേഴ്സ് ഈക്വൽ ടു A എന്ന് കിട്ടി അല്ലേ? B ഇൻവേഴ്സ് ഈക്വൽ ടു A എന്ന് പറയുന്നത് ശരിയല്ലേ? A ഇൻവേഴ്സ് എന്ന് പറയുന്നത് B ആണ്, B ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? A അല്ലേ? അപ്പൊ ഇതാണ് അടുത്ത റിമാർക്ക് എന്ന് പറയുന്നത്. A ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് A ആണ്. അപ്പൊ ഇനി നമ്മൾ ഇൻവേഴ്സ് ഒക്കെ കാണണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഒരു മെട്രിക്സിന്റെ ഒരു പ്രോപ്പർട്ടി കൂടെ ഡിഫൈൻ ചെയ്യാനുണ്ട്. നമ്മൾ കോഫാക്ടർ ഡിഫൈൻ ചെയ്തു. ഇനി അഡ്ജോയിന്റ് മെട്രിക്സ് എന്താന്ന് ഡിഫൈൻ ചെയ്യണം. അഡ്ജോയിന്റ് മെട്രിക്സ് എന്താന്ന് നോക്കാം. Let A equal to Aij be a square matrix of order n and let Cij be the cofactor of Aij in matrix A. Then the matrix Cij of cofactors of elements of A is called the cofactor matrix of A, and its transpose is called the adjoint matrix of A and is denoted by adj. എന്ന് പറഞ്ഞാൽ Aij എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ഓർഡർ n ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അതിലെ ഓരോ എലമെന്റിന്റെയും Aijന്റെ കോഫാക്ടർ Cij ആയിട്ട് എടുക്കുക. എന്ന് പറഞ്ഞ മെട്രിക്സിലെ ഓരോ Aijയുടെയും കോഫാക്ടർ Cij ആണ്. അങ്ങനെയാണെങ്കിൽ ഈ Cijകളുടെ മെട്രിക്സ് അതിനെ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയും.
കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയും. ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ മെട്രിക്സ് നൊട്ടേഷനിൽ എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുക അഡ്ജ് ADJ എന്ന് പറഞ്ഞ് ഷോർട്ടായിട്ട് നമ്മൾ അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാം. നമുക്ക് ജനറൽ കേസിൽ എങ്ങനെയാന്ന് നോക്കാം. ഇഫ് മെട്രിക്സ് A equal to A11, A12, etc., A1n, A21, A22, etc., A2n, etc., AN1, AN2, etc., ANn. ഇതാണ് നമ്മുടെ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് വിചാരിക്കാം. n/n മെട്രിക്സ് ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ കോഫാക്ടറുകൾ കണ്ടുപിടിക്കണം. A11ന്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം, A12ന്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ അത് എന്താണെന്ന് എഴുതാം. ഫോർ ഈച്ച് i, j equal to 1, 2, etc. n കോഫാക്ടർ എഴുതാം. Cij എന്ന് പറയുന്നത് കോഫാക്ടർ ഓഫ് Aij അല്ലേ. അപ്പൊ കോഫാക്ടർ അങ്ങനെയാണെങ്കിൽ കോഫാക്ടർ മെട്രിക്സ് എന്താണെന്ന് എഴുതാം. ദെൻ കോഫാക്ടർ മെട്രിക്സ് ഓഫ് A, കോഫാക്ടർ മെട്രിക്സ് ഓഫ് A ഈക്വൽ ടു ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും, ഇവിടെ C11, C12, etc., C1n, C21, C22, etc., C2n, etc., CN1, CN2, etc., CNN. ഇത് A11ന്റെ കോഫാക്ടർ, ഇത് A12ന്റെ കോഫാക്ടർ, അങ്ങനെ ആ ഓരോ കോഫാക്ടറുകളാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയും. ആൻഡ് അഡ്ജോയിന്റ് ഓഫ് A, അങ്ങനെയാണെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് A എന്ന് പറയുന്നത് വരും ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ റോ എന്താവും, കോളം. അപ്പൊ അതിനെങ്ങനെ എഴുതിയാൽ മതി, ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എഴുതുക. അപ്പൊ ട്രാൻസ്പോസ് എന്താ നമുക്ക് എഴുതാം ഇവിടെ, C11, C12, etc., C1n, C21, C22, etc., 2n, etc., CN1, CN2, etc., CNN. ഇതാണല്ലോ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കോഫാക്ടർ മെട്രിക്സ്. ഇതാണ് അഡ്ജോയിന്റ് മെട്രിക്സ്. ഇങ്ങനെ അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്താൽ മതി. ആദ്യം കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കുക, അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് അഡ്ജോയിന്റ് മെട്രിക്സ് ഉണ്ട്. ഇവിടെ ഡിഫൈൻ ചെയ്തുകൊണ്ട് നമുക്കിനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എഴുതാം. അപ്പോൾ ഫോർമുല ഫോർ ഫൈൻഡിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇതാണ് നമ്മുടെ ഫോർമുല. A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A. അഡ്ജോയിന്റ് ഓഫ് എനെ നമുക്ക് അഡ്ജ് എന്ന് എഴുതാം ബൈ ഡിറ്റർമിനന്റ് A. Provided determinant of A not equal to 0. Determinant of A not equal to 0 ആണെങ്കിൽ നമുക്ക് ഇത് വെച്ച് A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇൻവേർട്ടബിൾ ആവണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A എന്താവണം, നോട്ട് ഈക്വൽ ടു 0 ആവണം എന്നറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് A ഇൻവേഴ്സിന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ അഡ്ജോയിന്റ് ഓഫ് A കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം, അത് നമ്മൾ A എന്ന് പറഞ്ഞ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സ് എടുക്കുക, എന്നിട്ട് അതിന്റെ ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിക്കുക, അത് വെച്ചിട്ട് കോഫാക്ടർ മെട്രിക്സ് ഫോം ചെയ്യുക. എന്നിട്ട് കോഫാക്ടർ മെട്രിക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് A കിട്ടും. അത് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് A ചെയ്യാം. അഡ്ജോയിന്റ് ഓഫ് A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആയിരിക്കും. അപ്പൊ അതിലെ ഓരോ എലമെന്റിനെയും ഡിറ്റർമിനന്റ് ഓഫ് A കിട്ടുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പൊ ആദ്യം
നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താവണം? നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 then A is not invertible. പിന്നെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് കോഫാക്ടർ ഓഫ് each element of A. Find cofactor of each element of matrix A. ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കോഫാക്ടർ മെട്രിക്സ് എഴുതാം. റൈറ്റ് ഡൗൺ ദ കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് എഴുതാം. ദെൻ ഫൈൻഡ് ട്രാൻസ്പോസ്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ദെൻ ഫൈൻഡ് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് അല്ലേ? കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ അതെന്ന് പറയുന്നത് എന്താ? വിച്ച് ഈസ് അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 5 ഡിവൈഡ് അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് എ. Then we get A inverse. അപ്പോൾ നമുക്ക് A inverse കിട്ടി. അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് A inverse ആണ്. ഇത്രയേ ഉള്ളൂ A inverse കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകൾ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഓൾറെഡി.